ഗൈസ് അങ്ങനെ മനോല എറയിലെ ആദ്യത്തെ മത്സരം കഴിഞ്ഞിരിക്കുന്നു. മൗറീഷ്യസിനെതിരെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ നടന്ന ഹൈദരാബാദിൽ വെച്ച് നടന്ന മത്സരമാണ്. ഒരു 0-0 ഡ്രോ ആണ്. ക്ലീൻ ഷീറ്റ് കിട്ടി, എന്നാൽ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത. ഞാൻ ഓൾറെഡി മാച്ച് പ്രിവ്യൂ ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഈ ഒരു മത്സരത്തിൽ അങ്ങനെ ഭയങ്കര നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് പ്രതീക്ഷിക്കരുത്. അതിൻ്റെ റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 2 ട്രെയിനിങ് സെഷൻസ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ നാഷണൽ ടീം ഏതാണ്ട് 3 മാസത്തിന് ശേഷമാണ് വീണ്ടും ഒരു മത്സരം കളിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാക്ടേഴ്സൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് ആയിരിക്കണം ഈ ഒരു ഗെയിമിനെ സമീപിക്കാൻ പോകേണ്ടതെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, മനോലോടെ തന്നെ ഇൻ്റർനാഷണൽ കരിയറിലെ ആദ്യത്തെ ഒരു മത്സരമാണ് ആസ് എ കോച്ച് എന്ന നിലയിൽ. കാരണം അദ്ദേഹത്തിന് ക്ലബ് ലെവലിലൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ആണ് ഇതുവരെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ടീമിനെ പരിശീലിപ്പിക്കുന്ന ആദ്യത്തെ മത്സരമാണ്. അപ്പം എന്തുകൊണ്ടും തീർത്തും നമുക്ക് ഒരു അങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം അദ്ദേഹത്തിന് ISL അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ കളിക്കുന്ന ടീമുകളെ കണ്ടിട്ട് ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പം മാച്ച് മാറിയിട്ട് മനോല വരുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു ചേഞ്ചൊക്കെ എല്ലാവരും പ്രതീക്ഷിക്കും. അത് സ്വാഭാവികമാണ്. ഇത് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് എന്താണ് ഇപ്പോൾ ഇന്നത്തെ മാച്ചിലെന്നല്ല, അത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാലും ISL മനോലയുടെ അണ്ടർ കളിക്കുന്ന ടീം പോലെ എന്താണെങ്കിലും കളിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഫോറിനേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്നത് ISL-ലാണ്. 7 ഇന്ത്യൻ പ്ലേയേഴ്സിനെതിരെ 4 വിദേശ താരങ്ങൾക്കെതിരെ അങ്ങനത്തെ രീതിയിലാണ്. ഇവിടെ വരുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. എന്നാണെങ്കിലും ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും മൗറീഷ്യസ് എന്ന് പറയുന്ന ടീമിനെ പറ്റി പറയുമ്പോൾ അവർ പറഞ്ഞല്ലോ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യക്കാളിലൊക്കെ ഒരു 19 റാങ്കിങ് താഴേക്കാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അവർ ബിഗ് ആഫ്രിക്കൻ കൺട്രീസിൻ്റെ അത്രയൊരു ഫിസിക്കൽ ഗെയിമൊന്നും അല്ലെങ്കിൽ അവർ ഒരു ഫിസിക്കൽ ഗെയിം തന്നെയാണ് കളിച്ചത്. അങ്ങനെ ടെക്നിക്കലി അത്ര ഗുഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഒന്നും അല്ല അവരുടെ ടീമിലുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രസ്സിങ് കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ പോലെ തന്നെ ഫൈനൽ തേർഡിലും അവർ മോശം. നമ്മുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഫൈനൽ തേർഡിൽ നമുക്ക് പ്രശ്നങ്ങളെന്ന് പറയുന്നത് അത് ഇനിയിപ്പം ആരെങ്കിലുമൊക്കെ എമർജ് ചെയ്ത് വരണം എങ്കിൽ മാത്രം. കാരണം ഒന്നാമത് ചേത്രി പോയിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. അവിടേക്ക് പ്ലേയേഴ്സ് സ്റ്റെപ്പപ്പ് ചെയ്തൊക്കെ വരുന്നൊരു സാഹചര്യമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ മത്സരത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് 3-ൽ ഞാൻ പറഞ്ഞതിന് സമാനമായിട്ടുള്ള പ്രിവ്യൂവിന് പറഞ്ഞതിന് സമാനമായിട്ടുള്ളൊരു 11-ലാണ് കളിച്ചത്. കാരണം ആദ്യം ചാങ്ദി ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് വന്നിട്ട് മൻവീർ റൈറ്റിലാണ് വന്നത്. പിന്നീട് അത് ചേഞ്ച് ചെയ്യുന്നൊരു രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ലെഫ്റ്റിൽ ലിസ്റ്റനാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. മിഡ്ഫീൽഡ് 4-3-3 പോലെയാണ് കളിച്ചത്. അനിരുദ്ധ് താപ്പയും അതുപോലെ അപ്പുയും ജീക്സൺ എന്നിവർ. സെൻട്രൽ ബാക്കിൽ സനയും രാഹുൽ ബേക്കയും, റൈറ്റിൽ ആശിഷ് റായും, ലെഫ്റ്റിൽ ജയ്ഗുപ്തയും, ഗോൾ കീപ്പറായിട്ട് ഇന്ന് കളിച്ചത് അമരീന്ദർ ആയിരുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു മാച്ചിൽ ഇപ്പം ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞാൻ അറ്റാക്കിംഗ് സൈഡിലേക്കുള്ളൊരു കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ നിന്നുള്ളൊരു ക്രിയേറ്റിവിറ്റി ഇല്ലായിരുന്നു. പ്രത്യേകിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പിവട്സായിട്ട് കളിക്കുന്ന 2 പ്ലേയേഴ്സ്, ഇപ്പോൾ ജീക്സൺ ആണെങ്കിലും അപ്പുയി ആണെങ്കിലും അവർ ഒരു പ്രോഗ്രസീവായിട്ടുള്ളൊരു ഗെയിം കളിച്ചിരുന്നില്ല. അതുപോലെ തന്നെ താപ്പയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അദ്ദേഹം പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു പ്രോഗ്രഷൻ കിട്ടുന്നുണ്ടായില്ല. പിന്നെ ലെഫ്റ്റിൽ ലിസ്റ്റൻ ആണെങ്കിൽ പോലും ഒരുപാട് മിസ്സുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. ലിസ്റ്റൻ എത്ര ക്ലബ്ബിൽ കളിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം നാഷണൽ ടീം വരുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ നോട്ട് അപ് ടു മാർക്കായിട്ടാണ് തോന്നുന്നത്. പിന്നെ മൻവീറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. ചില നല്ല കാര്യങ്ങൾ ചെയ്യും, ചിലപ്പോൾ മോശം കാര്യങ്ങൾ ചെയ്യും. അങ്ങനത്തെ ഒരു കളിയാണ് എപ്പോഴും മൻവീർ നാഷണൽ ടീം. ഈ ഒരു മാച്ചും അങ്ങനത്തെ ഒരു മിക്സഡ് കളിയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ചാങ്ദി പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ നല്ല നല്ല മൂവ്സ് ഈ ഒരു മത്സരത്തിലുണ്ടായിരുന്നു. അദ്ദേഹം അറ്റാക്കിങ്ങിലേക്ക് വരുന്നതാണെങ്കിലും അല്ലെങ്കിൽ ചില 1 ടച്ച് ബോളുകൾ, വാൾ പാസുകൾ, അങ്ങനെയൊക്കെയുള്ള പല മൂവ്മെൻറ്റ്സും ഉണ്ടായിരുന്നു. റൈറ്റ് വിങ് ഈ ഒരു മത്സരത്തേക്ക് വരുമ്പോഴത്തേക്കും ആശിഷ് റായ് ആണെങ്കിലും ചാങ്ദി ആണെങ്കിലും നല്ല ടെക്നിക്കൽ പ്ലേയേഴ്സാണ്. അതൊരു ഇതായിരുന്നു. പക്ഷേ ലെഫ്റ്റിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ജയ്ഗുപ്ത അദ്ദേഹത്തിന് പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് സ്റ്റിൽ ഇപ്പോൾ 3ാമത്തെ മാച്ചോ മറ്റോ കളിക്കുന്നത്. പക്ഷേ ലെഫ്റ്റിൽ പറഞ്ഞ ലിസ്റ്റിനുമായിട്ടുള്ള ഒരു കോംബോ കൂടി സെറ്റ് ആയില്ല. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ വരുന്നൊരു സമയത്താണെങ്കിലും നന്ദയാണ് വന്നത്. നന്ദയുടെ കാര്യത്തിൽ ഇതാണ്, ആ ഒരു ടെക്നിക്കലി അങ്ങനെ ഹൈ ആയിട്ടുള്ള പ്ലെയറല്ല. എനിക്ക് ഇൻ്റർനാഷണൽ ഫുട്ബോളിലേക്ക് വരുമ്പോഴത്തേക്കും നന്ദ സ്റ്റിൽ ഇനിയും പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ഫാക്ടറാണ് പറയേണ്ടതുള്ളൂ. പിന്നെ സാഹൽ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്കും അറ്റാക്കിംഗ് വൈസിൽ പ്രോഗ്രസീവ് പാസ് കൊടുക്കാൻ പറ്റി, പക്ഷേ അങ്ങനെ ഒരുപാട് ബോളുകൾ അങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. സോ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഡിഫെൻസീവ്ലി സനയാണെങ്കിൽ ഡീസൻ്റായിട്ടാണ് കളിച്ചത്, രാഹുൽ ബേക്ക് ഡീസൻ്റായിട്ട് കളിച്ചു, ആശിഷ് റായുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഒക്കെ ഡീസൻ്റായിരുന്നു. പിന്നെ ഗോൾ കീപ്പറിനൊന്നും കാര്യമുള്ള ടെസ്റ്റ് ഇല്ലായിരുന്നു. അമരീന്ദർ ഇടയ്ക്ക് ഈ ഒരു മത്സരത്തിലൊരു മിസ്റ്റേക്കൊക്കെ ചെയ്തിരുന്നു. എനിവേ ഈ ഒരു മത്സരം ഡീസൻ്റ് എന്ന് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ആ ഒരു ആസ്പെക്റ്റും കൂടി ആലോചിക്കുന്നൊരു സമയത്ത്, കാരണം 2 ദിവസത്തെ ഇത്, അതുപോലെ മനോല എന്ന് പറയുന്ന പുതിയ കോച്ച് ഒരു ഗ്യാപ്പിന് ശേഷം ഇന്ത്യൻ ടീം കളിക്കുന്നു എന്നുള്ളൊരു ഫാക്ടേഴ്സൊക്കെ നിലനിർത്തി പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം കുറേ നാളുകളായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ മാച്ചുകൾ കണ്ടിട്ട് ഫ്രസ്ട്രേഷൻ അടിച്ചിട്ടുള്ള അവസ്ഥകളുണ്ടായിരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും താരതമ്യേന ഭേദമാണ്. സോ ഇപ്പോൾ ഈ ഒരു ടീം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 25 അംഗ പ്ലേയേഴ്സിൻ്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാലും എന്താ പറയുക, ഒരു
മനോല ഇനിയും ഇപ്പോൾ 2-3 അടുത്ത ഫ്രണ്ട്ലീസിലൊക്കെ വന്നിട്ട് അദ്ദേഹം ക്യാച്ച് ചെയ്യാനുള്ള സാധ്യതയുള്ള ഏതൊക്കെ പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പം ഇതൊരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഉള്ളൊരു ഫാക്ടറാണ്. അതായത് ആ ആറ്റിറ്റ്യൂഡ് കാണിക്കുക, അതുപോലത്തെ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ എങ്ങനെ കളിക്കാൻ പറ്റും. ഇത് ഒത്തുചേർന്ന പ്ലേയേഴ്സ് ആയിരിക്കും എപ്പോഴും ഇതിൽ വർക്കാകും. അപ്പം അങ്ങനത്തെ ഒരു 10-20 പ്ലേയേഴ്സിനെ കണ്ടെത്തുക എന്നുള്ള ഫാക്ടറുണ്ട്. സോ ആ കാര്യത്തിലാണ് പലപ്പോഴും സ്റ്റിമാച്ച് പാളിയതും സ്റ്റിമാച്ചിനെ വിമർശിക്കേണ്ടിയൊക്കെ വന്നിട്ടുള്ളത്, ടാക്റ്റിക്കലി ആണെങ്കിലും. സോ അതൊക്കെ എങ്ങനെ അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് യാത്രയിൽ പറയേണ്ടത്. അതൊക്കെയാണ് എനിക്ക് ഈ ഒരു മാച്ചിൽ പറയാനുള്ളത്. പിന്നെ അതായത് കൂടുതലും ഞാൻ മാച്ചിനെ പറ്റി അല്ലാണ്ട് മൊത്തത്തിൽ ഈ ഒരു മത്സരം ഞാൻ ഏത് തരത്തിൽ വീക്ഷിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. മാച്ചിനെ പറ്റി പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ഫൈനൽ തേർഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വിങ്സിൽ അറ്റാക്സിനപ്പുറത്തേക്ക് നമുക്ക് വേറൊരു ഡയമെൻഷൻസിൽ അങ്ങനെ വന്നില്ല. പിന്നെ സഹൽ ഒരു നല്ല പാസ് നന്ദയ്ക്ക് കൊടുത്തതാണ് എനിക്ക് ഈ ഒരു മാച്ചിൽ വേറൊരു കീ മൊമെൻ്റായിട്ട് തോന്നിയത്. പിന്നെ മൻവീറിൻ്റെ ഒരു ഷോട്ടും ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഭാഗത്ത് നിന്നും ആകപ്പാട് 2 ടീമും ആകപ്പാട് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ്. നമ്മൾ ബോൾ കീപ്പ് ചെയ്ത് കളിച്ചു. എനിക്ക് തോന്നുന്നു 65 ഒക്കെ പൊസിഷൻ ഉണ്ടായിരുന്നു. സോ അതിനപ്പുറത്തേക്കൊന്നുമില്ല. എന്താണെങ്കിലും അടുത്ത മാച്ച് കുറച്ചും കൂടി ടഫാണ്, കുറച്ചും കൂടി ഗ്യാപ്പ് ഉണ്ട് കളിക്കാൻ. കാരണം ഇനിയിപ്പോൾ സിറിയ മൗറീഷ്യസ് ഒരു മാച്ച് കളിച്ച് അത് കഴിഞ്ഞ് നമ്മൾ കളിക്കാൻ പോകുന്നത് 9-ാം തീയതിയാണ് കളിക്കുന്നത്. ഏതാണ്ട് ഒരു 6 ദിവസത്തേക്ക് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം ഈ ഡേയ്സിൽ എങ്ങനെ ടീം പ്രിപ്പയർ ചെയ്യുന്നു, ഈ ടീമിലേക്ക് ഇനി ആരൊക്കെയാണ് അഡീഷൻസ് ആയിട്ട് വരേണ്ടത് എന്നൊക്കെയുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നോക്കി കാണേണ്ടതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. കാണിക്കാൻ സനിയ.